نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റഹ്മാനായ റഹീമായ ജബ്ബാറായ ഗഫാറായ വദൂദായ സമീആയ ബസീറായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കണമേ എന്ന എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം കുടുംബ സമേതം സ്വർഗ പൂങ്കാവനത്തിൽ പോവാൻ നാം ഏവരെയും അനുഗ്രഹിക്കണേ റഹ്മാനായ അല്ലാഹ്. ആമീൻ. ഒരു വിശ്വാസിയെ ശാന്തനും പോരാളിയുമാക്കും ആര്? നമ്മുടെ മക്കള്. നമ്മുടെ മക്കള് എങ്ങനത്തെ മക്കള്? നാം മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് ബാക്കി വെച്ചു പോകുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുന്ന ഒരു മകൻ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നാം ആകുന്ന വിശ്വാസിയെ ഒരു ശാന്തനും പോരാളിയുമാകും. ഇന്ന് ഈ കാലഘട്ടം കുട്ടിക്കുടിയന്മാരും കുട്ടിക്കള്ളന്മാരും ഒരു വശത്ത്, നവലിബറലിസം തലക്ക് പിടിച്ച യുക്തിയില്ലാത്ത ഭ്രാന്തന്മാർ വേറൊരു വശത്ത്. അതുകൊണ്ട് തന്നെയല്ലേ എത്ര തരം മാതാക്കളാണ്, പിതാക്കളാണ്, മക്കളാണ് അപമാനിക്കപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനമൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളുടെ പേരാകാം. പക്ഷെ ഞാനൊരു എക്സ് മുസ്ലിമാണ്. ആ സ്വന്തം ഉമ്മ അല്ലാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ്, നമ്മുടെയൊക്കെ നമ്മുടെ നക്കിന നേത്രങ്ങൾ കൊണ്ട് കണ്ടവരാണ്, എന്റെ ഉമ്മ മരിച്ചു. ഏത് ഉമ്മ? ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ലോകത്തേക്ക്? ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് എന്റെ ജിഹാദി ഉമ്മ പോയി. ആദരാജ്ഞലികൾ. ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഉമ്മ എന്തെല്ലാം ആഗ്രഹത്തോടെയാണ് ആ മകനെ വളർത്തിയത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, മയ്യിത്ത് നമസ്കരിക്കുന്ന ഒരു മകനാകണം എന്ന നിലക്കായിരിക്കും ആ പ്രിയപ്പെട്ട ഉമ്മ ആ മകനെ താലോലിച്ചു വളർത്തിയത്. എന്നിട്ട് ആ മകനോ, ആ ഉമ്മക്കുള്ള സമ്മാനം എന്താണ്? പരസ്യമേ അപമാനിച്ചില്ലേ? പരസ്യമായി. ഇതൊരു രംഗമാണ്. ഇവിടെയാണ്
കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ അലംഘനീയമായ വിളിക്ക് മുമ്പിൽ കീഴടങ്ങി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഉമ്മയുമായുള്ള ബന്ധം നാം ആകുന്ന രക്ഷകർത്താക്കളുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങണം. വല്ലാത്ത ബന്ധമായിരുന്നു ആ മകനും ഉമ്മയും തമ്മിൽ. ഏതാണ്ട് 8ാമത്തെ വയസ്സില് ആ മകന്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. യതീമായിട്ടാണ് വളർന്നത്. ആ ഉമ്മ എപ്പോഴും താങ്ങും തണലുമായിരുന്നു ആ മകന്. ഏതാണ്ട് 11ാമത്തെ വയസ്സില് ആ മകൻ ഹിഫ്ള് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. അതോടൊപ്പം തന്നെ ആ പ്രിയപ്പെട്ട മകന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങി. ഏതാണ്ട് 20ാമത്തെ വയസ്സായപ്പോഴേക്കും ആ മകന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഉമ്മ ആകെ വേവലാതിയായി. എന്റെ പ്രിയപ്പെട്ട മകൻ, എന്റെ പൊന്നാര മകൻ. അന്ന് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വിദഗ്ധനായ അതിവിദഗ്ധനായ നേത്ര ഡോക്ടറുടെ തീവ്രമായ പരിശീലനം കിട്ടിയ ആ ഡോക്ടർ നല്ല പരിചരണം കൊടുത്തിട്ട് പോലും ആ മകന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ആ ഉമ്മ അവിടെ ഒരിക്കലും പതറിയില്ല, തളർന്നില്ല, തകർന്നില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ വിധിയാണ് താൻ. അള്ളാഹുവിന്റെ വിധിയാണ്. എന്റെ മകന് ഒരു നന്മ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. തവക്കൽതു അലല്ലാഹ്. ആ മകനെ കൈപിടിച്ചുകൊണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത മകനെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഉമ്മയാണ്. ശരിക്കും മനസ്സിലാക്കണം നാം ഓരോരുത്തരും. അങ്ങനെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് ആ ഉമ്മയാണ് ആ പ്രിയപ്പെട്ട മകനെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ദർസ് പഠനം പൂർത്തിയാകുന്നത് വരെയും ഉമ്മ ആ മകന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. ആ ഉമ്മക്കൊരു പ്രതീക്ഷയുണ്ട്. എന്റെ മകൻ ഇൻഷാ അല്ലാഹ് ഈ ഭൂലോകത്തിന് മാതൃകയാകുമെന്ന് ആ ഉമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഈ പ്രിയപ്പെട്ട മകൻ പള്ളിയിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിഷ്കളങ്കമായ പ്രായം, കുശുമ്പും കുറുമ്പുമുള്ള പ്രായം, വികൃതിയുമുള്ള പ്രായം. അങ്ങനെ പള്ളിയിൽ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മകൻ പരിശുദ്ധമായ മിമ്പറിൽ കയറി മൗലവിമാർ പ്രസംഗിക്കുന്നത് പോലെ ആ മകൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ഉമ്മാടെ ആങ്ങള കയറി വരാ പള്ളിയിലേക്ക്. കണ്ട കാഴ്ച, എന്റെ പെങ്ങളുടെ മകൻ പരിശുദ്ധമായ മിമ്പറിൽ കയറിയിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മയുടെ ആങ്ങള മാമ ആ മകന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വെല്ലുമാനെ ഏൽപ്പിക്കുകയാണ്. ഇവൻ കളിച്ച് ഇവന്റെ കുസൃതി കൂടുന്നുണ്ട്, ഇവന്റെ വികൃതി കൂടുന്നുണ്ട്. ഇവൻ എവിടെയാണ് കളി? പരിശുദ്ധ മിമ്പറിലാണ്. ആ വെല്ലുമ്മ എന്താ ചെയ്തെന്നറിയോ? ആ മകനെ ആ മാറോട് ചേർത്ത് വെച്ചിട്ട് ആ തലയിൽ കൈവച്ചുകൊണ്ട് ആ മകന് വേണ്ടി ഇരുക്കരങ്ങളും ആകാശത്ത് ഉയർത്തുകയാണ്. അല്ലാഹുവേ, എന്റെ മോനെ ആലിമാക്കണേ അല്ലാ, ഈ ലോകത്തിന് മാതൃകയാക്കണേ അല്ലാ. ആ പ്രാർത്ഥന അല്ലാഹ് കേട്ടില്ലേ? എങ്ങനെയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ എവിടെയാണ് പ്രാർത്ഥിച്ചത്? അല്ലാഹു സുബ്ഹാനഹു തആല 1ാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം എന്റെ അല്ലാഹ് എന്നെ കൈവിടിയില്ല എന്ന അത്യുജ്വലമായ ദൃഢനിശ്ചയത്തോടുകൂടി ഹൃദയവിശാലതയോടെ മനം തുകർന്നു അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചില്ല ആ മകന് വേണ്ടി. ആ ഉമ്മയായിരുന്നു ഉൾക്കാഴ്ച. ആ ചെറുപ്പത്തില് ആ പ്രിയപ്പെട്ട മകനെ കൈപിടിച്ചു കൊണ്ടുപോയി ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഉമ്മയാണ്. ആ മകൻ എന്താണ്? അന്ധനായ ആ മകൻ തിരിച്ച് ഉമ്മക്ക് എന്താണ് കൊടുത്തെന്നറിയോ? പകരമായി ഏതാണ്ട് 24-25 പ്രാവശ്യം കഅബയുടെ തീരത്ത് പരിശുദ്ധ മക്കയിലെ ആ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഒരു മകൻ ഉമ്മക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം. ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് എന്താ കൊടുത്തത്?
മനസ്സിലാക്കണം. ആ പ്രാർത്ഥന, ആ വെല്ലുമയുടെ പ്രാർത്ഥന ഏതാണ്ട് 36 തവണ ഹറമിലെ അറഫ പ്രസംഗം നടത്തിയില്ലേ? എവിടുന്ന് കിട്ടിയത്? അത് പരിശുദ്ധ ഖുർആൻ, സൂറത്തു സജ്ദ, വെള്ളിയാഴ്ച ദിവസം സുന്നത്താക്കപ്പെട്ട സൂറത്ത് സജ്ദയിലെ അല്ലാഹ് പറയാ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹ് ഒരുക്കി വെച്ചൊരു ഒരുക്കമുണ്ട്. ഏതാണ് ആ ഒരുക്കം? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മോട് ചോദിക്കും, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ആരുണ്ട് എന്നോട് മഗ്ഫിറത്ത് തേടാൻ? ആ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഈ മിഴികളിൽ നിന്ന് പ്രാർത്ഥനയുടെ ജലനീര് ആ പള്ളിയുടെ അല്ലെങ്കിൽ വീടകത്തിന്റെ ആ മുസല്ലിയിൽ വീഴുന്ന ഒരു പെണ്ണിന്, ആണിന് നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹ് ഒരുക്കി വെച്ച ഒരു ഒരുക്കം, അത് വല്ലാത്തൊരു കൺകുളിർമയാണ്. അത് ഏതാണ് ആ കൺകുളിർമ? തൊട്ട് മുമ്പിലുള്ള ആയ ഏതാണ്? തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹുവിന്റെ മെസ്സേജ്, അല്ലാഹുവിന്റെ വർത്തമാനം. ഒരു വിശ്വാസി അല്ലാഹുവിനോട് അത്രയും ഹുബ്ബുള്ള, മഹബ്ബത്തുള്ള, സ്നേഹമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ അല്ലാഹ് ഒന്നാമത്തെ ആകാശത്തേക്ക് വരുമ്പോ ഈ ആയത്ത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് താളമടിക്കുന്നതാണ്. പാർശ്വഭാഗങ്ങള് ഉയരും അല്ലാഹുവിലേക്ക്. വല്ലാത്ത വാക്കല്ലേ? ഈ നമ്മുടെ മനസ്സിലേക്ക് സുബഹിക്ക് മുമ്പ് ഈ ആയത്ത് കടന്നു വരാറുണ്ടോ? നമ്മൾ പഠിക്കാറുള്ള ഖുർആൻ പള്ളികളിലുണ്ട്, വീടുകളിലുണ്ട്. അതിന്റെ ആശയം, അർത്ഥം നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലാൻ, പാർശ്വം എഴുന്നേക്കാൻ, എന്നിട്ട് പ്രാർത്ഥിക്കാൻ. ആ തഹജ്ജുദിൽ ആ ഉമ്മ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഖുർറത അയ്യുൻ, പടച്ചോനെ എന്റെ മോനെ കൺകുളിർമയാക്കണേ അല്ലാ. ഏത് പ്രാർത്ഥന? ഈ ഖുർറത അയ്യുൻ തന്നെ സൂറത്തുൽ ഫുർഖാൻ, ഇബാദുർ റഹ്മാൻ, അതിന്റെ അവസാന ഭാഗം അല്ലാഹ് നമ്മളെ പഠിപ്പിക്കാൻ. ഇബാദുർ റഹ്മാനിന്റെ ഓരോ ഗുണഗണങ്ങളും എണ്ണി എണ്ണി പഠിപ്പിക്കാൻ. അതിൽ ഒന്ന് പ്രാർത്ഥന, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലദീന യഖൂലൂന, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആര്? മാതാപിതാക്കള്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യക്ക് വേണ്ടി. എന്ത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ കൺകുളിർമയാക്കണേ എന്റെ മക്കളെ. വല്ലാത്തതല്ലേ? എന്താണ് ആ കൺകുളിർമ? എന്താണ് ആ കൺകുളിർമ? ഇത് തന്നെയല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോ മൗലാന മുഹമ്മദ് അലി ജൗഹറും ഉമ്മയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് തുടർ പഠനത്തിന് വേണ്ടി ഉമ്മ പറഞ്ഞേക്കാണ് മകനെ. ആ മകനോട് പറയുന്നൊരു രംഗം ചരിത്ര ഭാഗങ്ങളിലുണ്ട്. എന്താണത്? മോനെ, നീ അവിടെ പോയി പഠിച്ച് വളർന്ന് വലുതായി നീ വലിയ പണക്കാരനാകണമെന്നതല്ല ഈ ഉമ്മയുടെ ആഗ്രഹം. ഇവിടെ വന്ന് നീ വലിയ കെട്ടിടം പണിത് സുഖമായി ജീവിക്കണം എന്നതുമല്ല ഈ ഉമ്മയുടെ ആഗ്രഹം. നിന്റെ കരങ്ങളിലൂടെയായിരിക്കണം ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. മാത്രമല്ല, അടിവരയിട്ട് മനസ്സിലാക്കണം, ആ മകനോട് ഉമ്മ പറയാൻ എന്താ പറയാ? ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, വല്യമ്മമാരെ, നമ്മുടെ മക്കളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനും നിങ്ങളൊക്കെ? മോനെ, നീ അവിടെ കോരിച്ചൂരം തണുപ്പായിരിക്കാം, പക്ഷെ നീ മറക്കരുത് കേട്ടോ, നീ ഖുർആൻ മനപ്പാഠമാക്കിയവനാണ്. അതുകൊണ്ട് അല്ലാഹ് ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോ നീ തഹജ്ജുദ് ഒഴിവാക്കരുത് മകനെ എന്ന് പറയുന്ന ഒരു ഉമ്മ. അവസാനം ഈ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഈ ലോകത്തോട് വിട പറയുമ്പോ ലോകരോട് പറയുന്ന വല്ലാത്തൊരു വർത്തമാനമുണ്ട്. എന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ തീരത്ത് മറമാടണം എന്ന് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, എന്റെ ഉമ്മയാണ് എന്നെ ഇങ്ങനെ വളർത്തിയത്.
ഇത് പറയാനുള്ള എത്ര അനുഭവ സത്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വാപ്പ, ഒരു മോനുണ്ട്, ഒരു മകൻ മാത്രം. ആ മകനെ വല്ലാതെ സ്നേഹിച്ചു. കാരണം ആ വാപ്പാക്ക് വല്ലാത്ത ആഗ്രഹം എന്താണെന്നറിയോ? എന്റെ മോൻ കൺകുളിർമയായി വളരണം. ഏത് കൺകുളിർമ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, മയ്യിത്ത് നമസ്കരിക്കുന്ന നല്ല മകൻ. അതാണ് വല്ലാത്ത, അതാണ് ഒരു വിശ്വാസിയുടെ ശാന്തനാക പോരാളിയാക്കാന്ന് പറയുന്നത്. പക്ഷേ ആ മകൻ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് വാപ്പയുടെ നേരെ ചൂണ്ടിയിട്ട് പറയാൻ, വാപ്പാ ഇത് മായാവി കഥയാണ്, ഇത് ഡിങ്കൻ കഥയാണ്. മനസ്സിലാക്കണം. ആ വാപ്പാടെ നെഞ്ചകം പൊട്ടിപ്പോയി. ആ വാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ആ മകൻ മയ്യിത്ത് പോലും നമസ്കരിക്കാൻ പള്ളിയിൽ പോലും വന്നില്ല. ഒന്ന് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ പിതാവിന്റെ വിലാപം ഇപ്പോഴുമുണ്ട്. ആ മകനെ അത്രയും സ്നേഹിച്ചു, ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു. SLCക്കും +2 എല്ലാത്തിനും A+, ഡിഗ്രിക്കും അങ്ങനെ തന്നെ. ആ മകൻ എൻട്രൻസ് പരീക്ഷ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി, ഡോക്ടറായി, MBBS ആയി, അതും മെറിറ്റിൽ തന്നെ കിട്ടി. ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുക്കേണ്ട സമയത്ത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, ആ ബുദ്ധിയും ബോധവും കൊണ്ട് പഠിച്ചു വലുതായി. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യാൻ വേണ്ടി മകൻ പോവാൻ ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ മകൻ പോകുന്നു, കൂട്ടുകാരൊത്ത് കുളിക്കാൻ പോകുന്നു. പിറ്റേ ദിവസം പത്രമാധ്യമങ്ങൾ കണ്ടു, യുവ ഡോക്ടർ മുങ്ങി മരിച്ചു എന്ന്. ആ വാപ്പാടെ വിലാപം എന്താണെന്നറിയോ? അല്ലാഹുവേ, എന്റെ മകന് ഭൗതിക വിദ്യാഭ്യാസം മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അല്ലാഹുവേ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ മകൻ എന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, ഈ വാപ്പ എന്നെ ദീൻ പഠിപ്പിച്ചില്ല, അല്ലാഹു പഠിപ്പിച്ചില്ല, റസൂൽ ആരെന്ന് പഠിപ്പിച്ചില്ല, ഇങ്ങനെ പറയുന്ന മക്കൾ നമ്മുടെ വീടുകളിലുണ്ടോ? പരിശുദ്ധ മുൻപരിലെ ഗൗരവമുള്ള വാർത്തയാണത്. പരിശുദ്ധ ഖുർആൻ 2 പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? ഒരു പ്രവാചകൻ പറഞ്ഞു, മകനോട് പറഞ്ഞു, നീ ജീവിക്കേ, നീ ജീവിക്കേ. മറ്റു പ്രവാചകൻ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ആ മോനെ ചേർത്ത് വെച്ചിട്ട് പറയാൻ, നീ മോനെ, നീ ആദർശ കപ്പലിലേക്ക് കേറ, നീ രക്ഷപ്പെട, തൗഹീദിലേക്ക് വാ. ആ മകൻ എന്താ പറഞ്ഞത്? ഒന്ന് പോ വാപ്പ, ഞാൻ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ അള്ളിപ്പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടോളാം. അപ്പൊ തന്നെ പർവ്വത സമാനമായ തിരമാലകൾക്കിടയിൽപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ കൻആൻ മുങ്ങിച്ചത്തു. സൂറത്തുൽ ഹൂദ് ഒന്ന് വായിക്കുക, സൂറത്തുൽ ഹൂദ്. ഇതൊരു മകൻ. ആ ബാപ്പ മകനോട് എന്താ പറഞ്ഞത്? ജീവിക്കാനാ പറഞ്ഞത്. വേറൊരു മകനോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പൊന്നാര മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. നിന്നെ അറക്കും, നിന്നെ കൊല്ലും ഞാൻ. വാപ്പാടെ ചോദ്യമാണ് ഖുർആൻ. വല്ലാത്ത വാക്കല്ലേ? എന്താ നിന്റെ അഭിപ്രായം? എന്താ മകന് നിന്റെ അഭിപ്രായം? ആ മകൻ പറയാ, പരിശുദ്ധ ഖുർആൻ, ഖാല യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്റെ പ്രിയപ്പെട്ട വാപ്പ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ എന്നെ ശമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം വാപ്പാ. ഇനി ഞാനും ചിന്തിക്കാം, നിങ്ങളും ചിന്തിക്കാം. നമ്മുടെ വീടകങ്ങളിലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ കൻആനാണോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിലാണോ? ചിന്തിക്കുക. അടുത്തൊരു രംഗം, മസ്ജിദ് നബവി. മഹാനായ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ ഉമർ റളിയല്ലാഹുവിന്റെ ഭാഷ, ആ വാചാലത, ആ വാക്ചാതുര്യം അതിഗംഭീരമാണ്. ആ മിമ്പർ പോലും കിട്ടുന്നു. അദ്ദേഹത്തിന്റെ നോട്ടവും ഭാവവും രൂപവും ഒക്കെ അങ്ങനെയാണ്. അദ്ദേഹം സദസ്സിനോട് പറഞ്ഞു, ഇസ്മഊ വഅതിഉ,
നിങ്ങൾ കേൾക്കണം, അനുസരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സദസ്സിന്ന് ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അയാൾ കേൾക്കൂല, അനുസരിക്കൂന്നാണ്. നീ അനീതിക്കാരനാണ്. വെള്ളിയാഴ്ച ദിവസമാണോ ഈ ചർച്ച നടക്കുകയാണ് മസ്ജിദ് നബവി. ആളുകളൊക്കെയും രൂക്ഷമായി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നിശ്ചലമായി ആ സദസ്സ്. ഒരു സമയത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചലമായി. അപ്പൊ എന്താണ് കാരണം? നീ അനീതിക്കാരനാണ്. നീ കിസ്ര കൈസർ ചക്രവർത്തി വിറപ്പിച്ചവനാവാം. ഏതാണ്ട് 42 രാജ്യങ്ങളെ ഏകോപിച്ച് ഭരിക്കുന്ന ചക്രവർത്തിയാകാം. പക്ഷെ നീ അനീതിക്കാരനാണ്. നമുക്കറിയാവുന്ന ചരിത്രം. നിന്റെ കുപ്പായത്തിന്റെ നീളം കണ്ടില്ലേ? എവിടെ നിന്ന് കിട്ടി ഈ ശീല? ഞാനും നീയുമൊക്കെയും യുദ്ധത്തിന് ഒരുമിച്ചാണ് പങ്കെടുത്തത്. എനിക്കും കിട്ടി ശീല. പക്ഷെ എന്റെ കുപ്പായത്തിന് നീളം കണ്ടില്ലേ? നിന്റെ നീളം, നീ വീണ്ടും നീളം കൂടിയ കുപ്പായം എവിടെ നിന്ന് കിട്ടി നിനക്ക്? നീ അനീതിക്കാരനല്ലേ എന്ന് ചോദിച്ചു. ഈ സമയത്ത് ശരിക്കും ശ്രദ്ധിക്കലോട്ടോ, ഹൃദയം തുറന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഒന്നാമത്തെ സഫിലേക്ക് നോക്കണം. ആരെന്നറിയോ? സ്വന്തം മോനെ. കാരണം ആ ഉപ്പക്ക് അറിയാം എന്റെ മകൻ ഈ ഒന്നാമത്തെ സഫിൽ ഉണ്ടാകുമെന്ന്. മകനോട് ചോദിക്കാൻ ആ മകൻ എഴുന്നേറ്റ് നിന്ന് ആ സദസ്സിന്റെ മുമ്പാകെ പറയാം, എന്റെ ഉപ്പ ആജാനുബാഹുവാണ്. ആ ബോഡി ലാംഗ്വേജ്, ആ ശരീരഭാഷ തന്നെ ശ്രദ്ധിച്ചു നോക്ക്. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള മനുഷ്യൻ. അതുകൊണ്ട് ഉപ്പക്ക് കിട്ടിയ ശീല കൊണ്ട് ആ കുപ്പായം ഒരിക്കലും തികയില്ല. മകനായ ഞാനും യുദ്ധത്തിൽ പങ്കെടുത്തവനാണ്. എന്റെ ശീല കൂടി എന്റെ ഉപ്പക്ക് കൊടുത്തു. അങ്ങനെ ആ കുപ്പായമാണ് എന്റെ ഉപ്പ തയ്ച്ച് ഇട്ടിരിക്കുന്നത്. സദസ്സ് ശാന്തമായി. പക്ഷെ അവിടെ അടിവരയിട്ട് മനസ്സിലാക്കുന്ന കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ എവിടെയാണ് നോക്കിയത്? ഒന്നാമത്തെ സഫിൽ. പോട്ടെ, നമ്മുടെ മക്കൾ ഇപ്പോ എവിടെ ഉണ്ടാവും? വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം. ഹൃദയത്തിൽ കൈവച്ച് പറ, നമ്മുടെ മക്കൾ ഇപ്പോ എവിടെ ഉണ്ടാവും? നമ്മുടെ ചില മക്കളൊക്കെ ഉണ്ട്, അത്ര നാള് സ്വന്തം വാപ്പാക്ക് പോലും സലാം കൊടുക്കാത്ത മക്കൾ ഇപ്പോഴുണ്ട്. ഒരു ജോലിക്ക് പോകുമ്പോ, കലാലയങ്ങളിലൊക്കെ ആ പഠനത്തിന് വേണ്ടി പോകുമ്പോ വാപ്പാക്ക് കരങ്ങൾ കൊണ്ട് ഒരു വാപ്പ എന്നോട് പറയാം, ഏതാണ്ട് 69 വയസ്സ് കഴിഞ്ഞ വാപ്പ, എന്റെ മോൻ ഇതുവരെയായിട്ട് എന്നോട് സലാം പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും അങ്ങോട്ട് പറയും, എന്നാൽ അവനക്കൊരു മൈൻഡ് ഒന്നുമില്ല. അവൻ കല്യാണം കഴിച്ചു, മക്കളായി, എല്ലായി. അസ്സലാമു അലൈക്കും ബാപ്പി അബി. കാരണം നമ്മൾ ആഗ്രഹിക്കണം, കാരണം തന്നെ വാപ്പാക്ക് അള്ളാഹു രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ ഏതൊരു വാപ്പയും തിരിച്ചു പറയും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ വാപ്പാക്ക് അള്ളാഹുവേ, എന്റെ മകനെ തിരിച്ചു വാപ്പ പ്രാർത്ഥിക്കും മനമുരുകി, എന്റെ മകന് രക്ഷയും സമാധാനവും റഹ്മത്തും ബർക്കത്തൊക്കെ കൊടുക്കണേ അള്ളാഹ്. ഇതുവരെയായിട്ടും എന്നോട് സലാം പറയാറില്ല. മനസ്സിലാക്കണം സഹോദര, അവസാനം ഈ വാപ്പൊക്കെ ഈ ലോകത്തോട് വിട പറയുമ്പോ ഈ മക്കളൊക്കെ ഏതാണ്ട് വാപ്പയുടെ മുഖത്തെ ആ വെള്ളത്തുണി മാറ്റിയിട്ട് അന്ത്യചുംബനം കൊടുക്കുന്ന മക്കളില്ലേ? ജീവിച്ചിരിക്കുമ്പോ വാപ്പാനെ ചേർത്ത് വച്ചിട്ടില്ല, ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല. അതിരങ്ങൾ കൊണ്ട് സ്പർശനം അകന്നുപോയ മക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എത്ര വാപ്പമാരാന്നൊരു വിളിപ്പിക്കുക, എത്ര വാപ്പമാര്. പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ആ പ്രാർത്ഥന? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നീണ്ട പ്രാർത്ഥന പഠിപ്പിച്ച ചെറിയൊരു ഭാഗം, വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, മുറിഞ്ഞു പോകാത്ത കൺകുളിർമ ഉണ്ടാവണേ. നമ്മുടെ വിഷയം തന്നെ അറിയാം, ഖുർറത ഐൻ. ഏതാ മുറിഞ്ഞു പോകാത്ത കൺകുളിർമ? എന്റെ ഭാര്യ അതീവ സുന്ദരിയാണ്, പാചകക്കാരി അതിവിദഗ്ധയാണ്, അവരുടെ കൈപുണ്യം. ഞാൻ എന്റെ പുറത്തുനിന്നൊരു ആഹാരം പോലും ഞാൻ കഴിക്കില്ല. കാരണം എന്റെ ഭാര്യ അത്രയും ഏറ്റവും നല്ല രൂപത്തിലാണ് പാചകം ചെയ്യുന്നത്. പക്ഷെയോ അത് ഭൗതികമായ കൺകുളിർമ. അവിടെ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കില്ല, ഒരു ദിക്ർ ചൊല്ലില്ല, ഇസ്ലാമിക ജീവിതം ജീവിക്കില്ല. അങ്ങനൊരു ഭാര്യ കൺകുളിർമയാണോ? ആണോ? എന്റെ ഭർത്താവ്, ഒരു ഭാര്യ വിചാരിക്കും, എന്റെ ഭർത്താവ്
എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരും. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് വേണ്ടി സമ്മാനിക്കും. പക്ഷെ എന്റെ ഭർത്താവോ, അത് കൺകുളിർമയാണ് ഭൗതികമായിട്ട്. പക്ഷെ എന്റെ ഭർത്താവോ ഒറ്റ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കൂല, സുബഹി നമസ്കരിക്കൂല. ഇത് കൺകുളിർമയാണോ? മുറിഞ്ഞുപോയ കൺകുളിർമയാണ്. എന്റെ മകൻ നല്ലവണ്ണം പഠിക്കും, നല്ല ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്, ബോധവും കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുസ്തകത്തിലേക്ക് ആ നഗ്നമായ ദൃഷ്ടി ഒന്ന് താഴ്ത്തുമ്പോ ഹൃദയത്തിലേക്ക് പതിയുന്നൊരു മകൻ. പക്ഷെയോ ഇതുവരെ ഖുർആൻ പോലും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ മുറിഞ്ഞു പോകാത്ത കൺകുളിർമ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുറിഞ്ഞു പോകാത്ത കൺകുളിർമയുള്ള ഒരു കുടുംബമായി മാറാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പകർത്തി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മെയ് 1 ഇന്ന് പലരും മെയ് ദിനം ആചരിക്കുന്നുണ്ട്. പക്ഷെ മതപരമായ ഇതിനൊരു പ്രത്യേകതയുമില്ല, അത് നാം മനസ്സിലാക്കണം. എങ്കിലും നാം അറിയേണ്ട ചില കാര്യങ്ങൾ, ഒരു മുസൽമാൻ അറിയേണ്ട ചില കാര്യങ്ങൾ, ഇഖ്വാനുക്കും, 4 കാര്യം മാത്രം ബോധ്യപ്പെടുത്തുക. ഇഖ്വാനുക്കും, ഇവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ആര്? തൊഴിലാളികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കീഴിൽ ആക്കി തന്നിരിക്കുകയാണ്. ആര്? ഈ തൊഴിലാളികളെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഭാരമേറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ ആ തൊഴിലാളി നമ്മൾ സഹായിച്ചിരിക്കണം. ഇസ്ലാമിന്റെ ബാധ്യതയാണ് കേട്ടോ. അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നമ്മുടെ പണിക്കാരനാവാം, കൂലിപ്പണിക്കാരനാവാം, കൂലിക്കാരനാവാം, ജോലിക്കാരനാവാം, പക്ഷേ അവർ സഹോദരന്മാരായിട്ട് കാണണം. പണ്ഡിതന്മാർ പറയാ അമുസ്ലിങ്ങളാണെങ്കിൽ പോലും ചേർത്ത് വെക്കണമെന്നാണ്. അവിടെ ജാതിയോ മതമോ നോക്കാൻ പാടില്ലെന്നാണ്. നമ്മുടെ സഹോദരനാണ്, ചേർത്ത് വെക്കണമെന്നാ. 2, നിങ്ങൾ ജോലിക്ക് ഏൽപ്പിച്ചാൽ ജോലി ചെയ്യുന്നതിന് മുമ്പ് കൂലി പറയണമെന്നാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് ജോലിക്ക് വന്നു, ആ കൂലി ആദ്യം അവിടെ തൃപ്തിപ്പെടുത്തണമെന്നാണ്. ഇത് ഇസ്ലാമിന്റെ കൽപ്പനയാണ് കേട്ടോ, ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ജോലി ചെയ്യുന്നതിന് മുമ്പ് കൂലി പറയണം, എന്നിട്ട് ആ ജോലി ബോധ്യപ്പെടുത്തണം. ഇനിയോ സമയം കഴിഞ്ഞാലോ, ഇപ്പൊ ജോലി 6 മണിക്ക് വരെ കഴിഞ്ഞു, അത്രയും കഷ്ടപ്പെട്ട് പണിതു, പിന്നെ കഴിഞ്ഞാലോ അതിനനുസരിച്ച് അവർക്ക് വേതനം കൊടുക്കണം, ഇസ്ലാമിന്റെ കൽപ്പന. പിന്നോ ആ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് തന്നെ അവനിക്ക് കൂലി കൊടുക്കാൻ ഒരിക്കലും വൈകിക്കാൻ പാടില്ലെന്നാണ്. ഇനിയോ ചില ആളുകളുണ്ട്, ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറഞ്ഞ് ചെക്ക് മടങ്ങി, ഗൂഗിൾ പേ ബ്ലോക്കായി എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട് ചിലവരുടെ. ഇസ്ലാമിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. ചില അത്ര നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പണിയെടുത്തിട്ട് പറയും, ഓ സാങ്കേതിക പ്രശ്നം കാണാൻ ഗൂഗിൾ പേ അനങ്ങുന്നില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് അയച്ചു തരാട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി, അവന്റെ വീടകങ്ങളിലേക്ക് അവൻ അന്നം തേടി വന്നതല്ലേ, റിസ്ക് തേടി വന്നതല്ലേ. അവൻ എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. എന്റെ പറക്കം പറ്റാത്ത മക്കളുണ്ടാവും, രോഗിയായ ഉമ്മയുണ്ടാവും, ഉപ്പയുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി. ശ്രദ്ധിക്കുക, അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 കൂട്ടം ആളുകൾക്കെതിരെ ആയിരിക്കും ഞാൻ പരലോകത്ത് തിരിയുന്ന. അതിൽ ഒന്നാണെന്നറിയോ? അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ജോലി ഏൽപ്പിച്ചിട്ട് മതിയായ കൂലി കൊടുത്തില്ലെങ്കിൽ അവനെ വെറുതെ വെക്കൂലെന്നാണ്. അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കൂലെന്നാണ്. ഇനിയോ തൊഴിലാളികളോട് നമ്മൾ മിക്കവരും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഭൂരിഭാഗം. അപ്പോ ആ മുതലാളിയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം വിശ്വാസി എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ മുതലാളിക്ക് വേണ്ടി, എന്റെ മേലുദ്യോഗസ്ഥന് വേണ്ടി, അല്ലെ എന്റെ സീനിയർ സൂപ്രണ്ടിന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്ക, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ എന്റെ മുതലാളിക്ക് ബർക്കത്ത് കൊടുക്കണേ, നിഅമത്ത് കൊടുക്കണേ, റഹ്മത്ത് കൊടുക്കണേ എന്ന് പറയും. എത്ര പേരുണ്ട് ആലോചിച്ച് നോക്കി. മനമുരുകി പ്രാർത്ഥിക്കണം. കാരണം എന്താ? അത് അമാനത്താണ്, ഉത്തരവാദിത്വമാണ്. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും തൊഴിലാളികളോട്. നീ പ്രാർത്ഥിച്ചില്ലേ? അവനിക്ക് വേണ്ടി അധ്വാനിച്ചപ്പോ നിന്റെ മനസ്സ് എവിടെയായിരുന്നു? നീ അവനെ വെറുത്തുവോ? അവൻ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്നവനല്ലേ?
അതുകൊണ്ട് ആ യഥാർത്ഥ യജമാനനെ തിരിച്ചറിയണം. അല്ലാഹ് നമ്മളൊക്കെ പലരും പല തൊഴിലാളികളൊക്കെ മുതലാളിമാരെ പറ്റിക്കാറുണ്ട് അല്ലേ? പക്ഷേ യഥാർത്ഥ യജമാനൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധം ഓരോ തൊഴിലാളിക്കും ഉണ്ടാകും. ആ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായിരുന്ന ആ ആട്ടിടയന്റെ കഥ നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ, ഉമ്മയോടൊപ്പം ഉപ്പയോടൊപ്പം മക്കളോടൊപ്പം ഇണകളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം കുടുംബ സമേതം സ്വർഗ പൂങ്കാവനത്തിൽ പോവാൻ നാം ഏവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവെ, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുന്ന നല്ല മക്കളെ അല്ലാഹുവെ ഈ ഭൂലോകത്തിന് അവശേഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവെ, എത്ര മക്കളാണ് അല്ലാഹ് ഇപ്പോഴും ഈ അടുത്ത് തന്നെ എത്രയോ മാതാപിതാക്കളാണ് പെൺകുട്ടികളുമായി വാഗ്വാദം ഏർപ്പെടുന്നത്. എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺമക്കൾ അധികരിച്ചു കൊണ്ടിരിക്കാൻ. അല്ലാഹുവെ, നമ്മുടെ പെൺമക്കൾ പാപങ്ങളല്ല, അവർക്ക് നല്ല ബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഉപ്പമാർ, ഉമ്മമാർ, ബന്ധുമിത്രാദികൾ പലരും. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, പാവങ്ങളാണ് അല്ലാഹ്, പാവങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കണം അല്ലാഹുവെ. കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് താഴ്ത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ, സ്വന്തം മാതാവിനെയും പിതാവിനെയും ചേർത്ത് വെക്കുന്ന ഒരു മക്കളായി മാറാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവെ, എല്ലാവിധ കടക്കണിയിൽ നിന്നും, പെട്ടെന്നുള്ള ആപത്തുകളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹുവെ നാം ഏവരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ യഫ്റുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اجرنا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين 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 برحمتك يا ارحم الراحمين.